വീണ്ടും ആശങ്കയുയർത്തുന്ന ഒരു വിമാനാപകട വാർത്തയാണ് ബ്രസീലിൽ നിന്നും പുറത്തുവരുന്നത്. 62 പേരുടെ ജീവനെടുത്ത വിമാനാപകടത്തിന്റെ കാരണം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അപകടത്തിന് പിന്നിൽ അട്ടിമറി സാധ്യത തള്ളാതെയാണ് ബ്രസീൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് വിവരം. 58 യാത്രക്കാരും 4 ക്രൂ അംഗങ്ങളുമായി സാവോ പോളോയിലേക്ക് പറന്ന ATR-72 വിമാനമാണ് ബ്രസീലിലെ വിൻഹെഡോയിലെ വീടുകളും കെട്ടിടങ്ങളും ധാരാളമായുള്ള ജനവാസ മേഖലയിൽ തകർന്നു വീണത്. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. അപകടത്തിൽ പ്രദേശവാസികളിൽ ആർക്കും ജീവൻ നഷ്ടമായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. സാവോ പോളോ നഗരത്തിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായത്. വിമാനത്തിൽ 58 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നതെന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് പ്രാദേശിക ഭരണകൂടം പറഞ്ഞു. മരിച്ച യാത്രക്കാരിൽ 2 ട്രെയിനി ഡോക്ടർമാരുണ്ടെന്ന് കാസ്കാവലിയിലെ യുപേക്കൻ കാൻസർ ആശുപത്രി വ്യക്തമാക്കുന്നു. വിമാനം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. പുക ഉയരുന്നതും ആടിയുലഞ്ഞ് വിമാനം താഴേക്ക് വീഴുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. വിമാനം തകർന്നു വീണ ഭാഗത്തെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സാവോ പോളോയിലെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ഗ്വാറുൾഹോസിലേക്ക് പോകുകയായിരുന്നു വിമാനം. വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലൂല ഡ സിൽവ രാജ്യത്ത് 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതായി അധികൃതർ സ്ഥിരീകരിച്ചു. ഫ്ലൈറ്റ് റെക്കോർഡുകളും കണ്ടെടുത്തിട്ടുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഫ്രഞ്ച് ഇറ്റാലിയൻ വിമാന നിർമ്മാതാക്കളായ ATRഉം പറയുന്നുണ്ട്. ഒരു അട്ടിമറി സാധ്യത കമ്പനിയും തള്ളിക്കളയുന്നില്ല. 62 പേരുടെ മരണത്തിന് കാരണമായ വിമാനാപകടത്തിന്റെ കാരണം വൈകാതെ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ട്. പൈലറ്റിന്റെ പിഴവ്, മോശം കാലാവസ്ഥ, മഞ്ഞുവീഴ്ച, സാങ്കേതിക പ്രശ്നം എന്നീ കാരണങ്ങളാണ് നിലവിൽ സംശയിക്കുന്നതെങ്കിലും സ്ഥിരീകരണമുണ്ടായിട്ടില്ല. ബ്ലാക്ക് ബോക്സിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമം തുടരുകയാണ്. 2010 നിർമ്മിച്ച വിമാനത്തിന് ആവശ്യമായ എല്ലാവിധ രജിസ്ട്രേഷനുകളും സർട്ടിഫിക്കറ്റുകളും ഉള്ളതായിരുന്നുവെന്ന് ബ്രസീൽ സിവിലിയൻ ഏവിയേഷൻ ഏജൻസി പറയുന്നുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന 4 ജീവനക്കാരും ലൈസൻസ് ഉള്ളവരും ആവശ്യമായ എല്ലാവിധ യോഗ്യതകളും ഉള്ളവരായിരുന്നു. പിന്നെ എങ്ങനെയാണ് അപകടമുണ്ടായതെന്ന ചോദ്യമാണ് അട്ടിമറി സംശയിച്ചതിന് വഴിവെച്ചിരിക്കുന്നത്. 199 പേരുടെ മരണത്തിനിടയാക്കിയ 2007 സാവോ പോളോയിലെ കൊങ്കോണാസ് വിമാനത്താവളത്തിലെ അപകടത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ വിമാനാപകടമാണ് ബ്രസീലിലുണ്ടായത്. സാവോ പോളോയിലെ കൊങ്കോണാസ് വിമാനത്താവളത്തിൽ TAM എക്സ്പ്രസ് വിമാനം തകർന്നു വീണ് തീപിടിച്ച വിമാനത്തിൽ 119 പേരാണ് ജീവൻ നഷ്ടമായത്.